ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ എമ്പുരാൻ. ഈ എമ്പുരാന്റെ കൂടെ വരാനുള്ള രണ്ട് ട്രailer ഉണ്ടല്ലോ. ഒന്ന് നമ്മുടെ ലാലേട്ടന്റെ തുടരും, മറ്റൊന്ന് നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്കയുടെ ട്രailer അനൗൺസ്മെന്റും കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഇന്നലെ ബസൂക്കയുടെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്തുവിട്ടായിരുന്നു. ഈ ഒരു പോസ്റ്ററിന്റെ ടോപ്പിൽ തന്നെ ട്രailer ഓൺ ദി വേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്ററാണ് അവരിപ്പോൾ പുറത്തുവിട്ടുള്ളത് റീസെന്റ്. ട്രailer എന്ന് വരുമെന്ന് വെച്ചാൽ എല്ലാവരും ഏറെക്കുറെ വിചാരിക്കുന്നത് 27-ാം തീയതി എമ്പുരാന്റെ കൂടെ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് തിയേറ്ററിൽ തന്നെ കാണാമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ കുറെ ആളുകൾ പറയുന്നത് അതിനു മുമ്പ് തന്നെ അവർ ട്രailer റിലീസ് ചെയ്യുമെന്ന്, അതിനുശേഷം അത് എമ്പുരാന്റെ കൂടെ സ്ക്രീൻ ചെയ്യുമെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് 25-ാം തീയതി ട്രailer വരുമെന്നൊക്കെയാണ്. പോസ്റ്ററിൽ അനൗൺസ്മെന്റ് വെരി സൂൺ എന്നാണ് ഉള്ളത്. അപ്പൊ അനൗൺസ്മെന്റ് ഉടനെ തന്നെ കാണുമായിരിക്കും, അല്ലെങ്കിൽ ട്രailer കട്ട്സോ അല്ലെങ്കിൽ ചെറിയ ഗ്ലിംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഉറപ്പായിട്ട് ഒരു ട്രailer ഇറക്കി വിടും. ഈ ഒരു പോസ്റ്ററിൽ മമ്മൂക്ക ഇരിക്കുന്നത് ഒന്നുകിൽ ഒരു ബുള്ളറ്റിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ജാവയുടെ ബൈക്ക് ആയിരിക്കും. അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പിന്നെ മമ്മൂക്കയുടെ ലുക്കിന്റെ കാര്യത്തിൽ അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു രക്ഷയില്ല. ഇവിടെ ഈ സിനിമയുടെ ഈ ഒരു ലുക്ക്, മുടി ഇങ്ങനെ ബാക്കിലോട്ട് കെട്ടി വെച്ചിട്ടുള്ള, താടിയൊക്കെ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള നല്ല കട്ട താടി വെച്ച ഈ ഒരു ലുക്ക് മമ്മൂക്കയ്ക്ക് ചേരുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ അത്തരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മമ്മൂക്കയുടെ മുടി ബാക്കിലേക്ക് കെട്ടി വെച്ചിട്ടുള്ള 18-ാം പടി സിനിമയിലെ ആ ഒരു ലുക്കൊക്കെ അന്ന് ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം കട്ട താടിയും മുടി ഇങ്ങനെ ബാക്കിലോട്ട് നീട്ടി വളർത്തി രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു എമണ്ട ലുക്കാണ് ഇപ്പൊ മമ്മൂക്കയ്ക്ക് വന്നിട്ടുള്ളത്. അതിൽ യാതൊരു ഡൗട്ടും നമുക്ക് വേണ്ട. ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, ഈ ഒരു ജാക്കറ്റ് ടൈപ്പ് സംഭവങ്ങള് ഒരു കിടില ലുക്ക് തന്നെയാണ് നമ്മുടെ മമ്മൂക്കയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം ബസൂക്കയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. മുൻപ് വന്നിട്ടുള്ള 2-3 പോസ്റ്റേഴ്സിലും ഉണ്ടായിരുന്നു ഈ ഒരു സെയിം ഗ്യാരേജ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ മമ്മൂക്ക യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഈ ഒരു ഗ്യാരേജിലായിരിക്കും വെക്കുന്നത്. എന്തായാലും അവിടെ കുറച്ച് സ്പാനറുകളും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു ഗെയിം ത്രില്ലർ മൂവിയാണ്. അടിമുടി ഒരു പരീക്ഷണ ചിത്രമാണ്. പിന്നെ മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. കാരണം മമ്മൂക്കയെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഏജിലും ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പുതുതായി എന്തെങ്കിലും പരീക്ഷിക്കുക, പുതുതായി എന്തെങ്കിലും പ്രേക്ഷകന് തരിക എന്ന ആ ഒരു രീതിയിൽ മമ്മൂട്ടി മമ്മൂട്ടിയാണെങ്കിലും അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ പരീക്ഷണം നടത്തുന്ന ഒരാളാണ് നമ്മുടെ മമ്മൂക്ക. ബസൂക്ക ഒരു പരീക്ഷണ ചിത്രം എന്നതിനപ്പുറം ഒരു റോഡ് മൂവി ടൈപ്പ് സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഗ്യാരേജും ഈ ഒരു വണ്ടിയും ഇതിന്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഫീലാണ് തരുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ബസൂക്കയാണോ എമ്പുരാനാണോ എന്ന് താഴെ കമന്റ് ചെയ്യുക.